നീ എണീറ്റോ? നീ ഇന്നലെ എവിടെയാ കിടന്നത്? നീ റൂമിലോട്ട് വന്നില്ലല്ലോ. ഞാൻ പഠിച്ചറിയാതെ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയതാ, അതാ റൂമിലോട്ട് വരാഞ്ഞ്. ഓ, ഞാൻ രാവിലെ നീച്ചപ്പോൾ നിന്നെ കണ്ടില്ല. ഞാനാണെങ്കിൽ പെട്ടെന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് എക്സാം ഉണ്ടെന്നല്ലേ പറഞ്ഞു, പോകുന്നില്ലേ? ആ മമ്മി, ഇന്ന് എക്സാം ഉണ്ട്, ഞാൻ പോവാൻ നിൽക്കുവാ. ആഹാ, മമ്മിയുടെ പുന്നാര പോനെ ഇന്ന് നേരത്തെ ആണല്ലോ. എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട്. കണ്ണാ, ജിത്തു മോനെ എഴുന്നേറ്റില്ലേടാ? അറിയില്ല മമ്മി, ഞാൻ നോക്കിയിട്ടില്ല. എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എന്നാ വാ, മമ്മി ചായ എടുത്ത് തരാം. പിന്നെ മമ്മി, ഞങ്ങളിന്ന് ഉച്ചക്ക് ഫുഡിനുണ്ടാവില്ല. അതെന്താ, നിങ്ങൾ എവിടെ പോവാ? എന്തായാലും പറഞ്ഞ നന്നായി, ഞാൻ ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു. അത് മമ്മി, ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് പോകും. അപ്പോൾ ചിത്തുവിനെ നമുക്ക് മേടിക്കണം പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് മേടിക്കാൻ ഷോപ്പിങ്ങിന് പോവാം. അപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? ഞാൻ വരട്ടെ കൂടെ? അയ്യോ, മേഡത്തിൻ്റെ ആ സഹായം എനിക്ക് വേണമെന്നില്ല. നീ എങ്ങനെ ഒറ്റയ്ക്ക്? മമ്മി ഇല്ലേ ഇവിടെ? അതിന് ചേട്ടി, മമ്മി കുടുംബശ്രീയാ, പിന്നെ എങ്ങനെ ഞാൻ മമ്മിയുടെ കൂടെ നിൽക്കുക? എടി കൊച്ചേ, എന്തായാലും പറയുമ്പോൾ നീ ഉണ്ടല്ലോ, വായും പൊളിച്ച് കേട്ട് നിൽക്കുമല്ലോ. അത് പിന്നെ കേൾക്കാന്നല്ലാതെ വേറെ വായില്ലല്ലോ. പ്ലീസ് ചേട്ടാ, ഞാൻ വരട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അവിടെ വന്നിട്ട് എൻ്റെ പോക്കറ്റ് കാലിയാക്കാൻ എന്തെങ്കിലും പ്ലാനെങ്കിൽ അവിടെ ഇട്ടേച്ച് പോയി. ഞാൻ പറഞ്ഞില്ല വേണ്ട. ഇല്ല ചേട്ടാ, പോക്കറ്റ് ഞാൻ എന്തായാലും കളിയാക്കില്ല. എനിക്ക് എച്ചാനാമെന്ന് സുഡിയെന്ന് കുറച്ച് സാധനങ്ങൾ മതി. നീ 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 ഇവിടെ മമ്മയുടെ കുടുംബശ്രീ കെട്ടിയിരുന്നാൽ മതിട്ടാ. ഒരു ഐസ്ക്രീമെങ്കിലും മേടിച്ചു തരാമോ? അത് വേണേ നോക്കാം. ഒരു ഐസ്ക്രീമിൽ നീ ഒതുങ്ങുമെങ്കിൽ പോന്നോ. എന്താ പിശിക്കൻ ചേട്ടനാ നീ? നിന്റെ കാലത്തെ കുറിച്ച് പിശുക്ക് കാണിച്ചില്ലെങ്കിലേ പോക്കറ്റ് കളിയാന്ന വഴി അറിയില്ല. പിശിക്കൻ തന്നെ അല്ല. എപ്പോഴാ പോകുന്നേ? കുറച്ച് കഴിഞ്ഞാൽ പോകും. വേറെ റെഡി ആയിക്കോണ്ടു, എനിക്ക് കാത്തു നിൽക്കാനൊന്നും പറ്റില്ല. ഓ ആയിക്കോട്ടെ, അവിടെ നിന്ന് പറയുന്ന പോലെ. കിച്ചൻ നീ വരുന്നോ? ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് എക്സാമാ. നിങ്ങൾ പോയിട്ട് വാ. എന്നാൽ നമുക്ക് കിച്ചു വന്നിട്ട് പോയ പോരെ? എന്തായാലും നിങ്ങൾ ഇന്നൊന്നും പോകാൻ പോകുന്നില്ലല്ലോ. അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാം. ഓ പിന്നെ അങ്ങനൊന്നുമില്ല, നീ വെറുതെ ഓരോന്ന് പറയല്ലേ. നീ വരുന്നുണ്ടേ വന്നാൽ മതി. നീ വരണമെന്നിപ്പോൾ ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല. ഞാൻ വരുന്നുണ്ട് കിച്ചു, നമുക്ക് പിന്നെ ദിവസം പോകാം. ആയിക്കോട്ടെ. എന്താ ഇവിടെ ഒരു ചർച്ച? എനിക്ക് കൂടാവോ? അവിടെ നീ എഴുന്നേറ്റോ? അതൊന്നല്ലടാ, നമ്മൾ പോകുമ്പോൾ അവളും കൂടണ്ട് പറഞ്ഞതാ. ഓ അതായിരുന്നോ? അതിനെന്താ, പോന്നോട്ടെ. എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ല അവള്. അല്ലേലും സ്വന്തം ചേട്ടനോട് പെങ്ങളോടൊന്നും സ്നേഹമില്ല പറയണ എത്ര കറക്റ്റ് അല്ലേ? ഓ, അപ്പം അവൻ വന്നപ്പോ ട്രാക്ക് മാറ്റി. നീ വരണ്ട മോളെ, നീ ഇവിടെ ഇരുന്നാ മതിയേ. രണ്ടും കൂടെ കഴിച്ച് വേറെ എണീറ്റ് പോയിക്കോണം. ചട്ടുകാണ് കയ്യിലേറിയും ഞാൻ. അയ്യോ, ബോംബിന് തീ കൊളത്തി. മിണ്ടാതിരുന്ന് ചേട്ടാ, അല്ലേ അടുക്കള പൊട്ടിത്തെറിക്കും. എന്നാ നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ട്. കണ്ട അവൻ തീ കൊളത്തി പോകുന്ന. ഇതാണ് ഞാൻ പറയുന്നത്, സ്വന്തം ചേട്ടൻ സ്നേഹമല്ല. നീ ആ ഭക്ഷണം കഴിക്കാൻ നോക്കി, അല്ലെങ്കിൽ അവന് കിട്ടാനുള്ള നിനക്കരിവ് കിട്ടുക. അത് ശരിയാ, അവളിപ്പടി ചോദിച്ച് മേടിക്കും. എന്നാൽ നിങ്ങൾ കഴിക്കാം, ഞാൻ പോയി റെഡി ആവട്ടെ. എന്നാൽ നീ റെഡി ആയിക്കോ മോളെ, ഞാൻ കണ്ണനോട് പറയാം കൊണ്ടുവിടാൻ. അത് വേണ്ട മമ്മി, ഞാൻ പൊക്കോളാം. ടൈം ആയിട്ടില്ലല്ലോ. ഒരു വട്ടം കൊണ്ടുവിട്ടെൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. കിച്ചു, എനിക്കറിയാം നീ ഇന്നലത്തെ ദേഷ്യത്തിലാണെന്ന്. പക്ഷേ കിച്ചു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. കിച്ചു, നീ അത് മനസ്സിലാക്കണം. ഞാൻ എന്ത് മനസ്സിലാക്കണം എന്നാ കണ്ണേട്ടൻ പറയുന്നത്? എനിക്ക് അതൊന്ന് ഫസ്റ്റ് മനസ്സിലാക്കി തരുമോ? കിച്ചു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. നീ എന്താണെന്ന് എനിക്ക് മനസ്സിലായ മുതൽ തുടങ്ങിയതാണ്. പിന്നെ അന്ന് ഞാനങ്ങനെ ചെയ്തേ, അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുണ്ട്. ഇതിൻ്റെ മുന്നേ നിന്നോട് പറയാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും പറയാഞ്ഞെന്ന് വെച്ചാൽ നീ ഒരു റിലേഷൻ കാരണം നിൻ്റെ പഠിപ്പിനത് ബാധിക്കരുതെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നിന്നെ നേരിട്ട് കാണുമ്പോൾ എനിക്കിത് എങ്ങനെ നിന്നോട് പറയണമെന്ന് അറിയത്തില്ല. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. അല്ലാതെ നിന്നോട് സ്നേഹമില്ലായിട്ടോ നിന്നോട് ദേഷ്യമോ ഒന്നുമില്ല. ഓഹോ, അപ്പം നിനക്ക് എന്നോടുള്ള ദേഷ്യമാണ് ഞാൻ ഇന്നലെ കണ്ടത് അല്ലേ? കിച്ചു, ഞാനത് അറിയാതെ ചെയ്തതാ. ഞാൻ നിന്നെ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? കണ്ടാ, നീ ഫസ്റ്റ് നിന്റെ ദേഷ്യം കുറക്ക്, എന്നിട്ട് സംസാരിക്കും. ഓക്കെ, കുറക്കാം. പക്ഷെ ഞാൻ പറയാനുള്ള പറയും. കിച്ചു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിത് ആൻറ്റിയോട് ചെന്ന് പറയാൻ പോവാം. ഇനി നിനക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നീ ആൻറ്റിയോട് പറഞ്ഞു, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. പക്ഷേ നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമില്ലെങ്കിലോ ഞാൻ നിന്നെ തന്നെ തൊട്ടുമോളെ. എടാ ചേട്ടാ, നീ എന്നെ എടുക്കാം ഉള്ളിൽ. പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം അതിൻ്റെ ഉള്ളിൽ എന്നെ എടുക്കാം. വാ പോവാം. ഈ റൊട്ടീൻ്റെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? നിന്റെ എത്ര നേരത്തെ കഴിഞ്ഞാ? കഴിഞ്ഞു. നീയല്ലേ പറഞ്ഞേ പെട്ടെന്ന് റെഡി ആയില്ല, എന്നെ കൊണ്ടുപോവില്ലാന്ന്. അതുകൊണ്ട് എൻ്റെ നേരത്തെ കഴിഞ്ഞതാ.
ഈ ഡോർ തുറക്ക്, എനിക്ക് ചാർജർ വേണം. അപ്പം നിന്റെ ചാർജർ എന്തേ? അത് ഇത്ര പെട്ടെന്ന് കേടായോ? എൻ്റെ ചാർജർ തരില്ല, വേണേ കിച്ചൻ്റെ ചാർജർ പോയി എടുത്തോ. അതിന് അവളെ റൂമിൽ കാണാനില്ല. നീ അവളെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഓ, അവളെ ഞാൻ കണ്ടോണ്ടിരിക്കുമല്ലേ, എനിക്കതല്ലേ പണി. കലമണ തണ്ടി പറ്റി ചേച്ചി. നിനക്ക് ചാർജർ തരാൻ പറ്റുമോ ഇല്ല അത് പറ. ആ ഇല്ല, പറ്റില്ല, പോ. തെണ്ടി, നിന്റെ ചാർജർ പൊട്ടി തെറിക്കൂടാ. പൊട്ടി തെറിച്ചാലും കുഴപ്പമില്ല, നിനക്ക് തരില്ല മോളെ, പൊക്കോ വിട്ടോ. അല്ല അപ്പം നമ്മുടെ കാര്യം എന്തായി? ഏത് നമ്മുടെ കാര്യം? നമ്മുടെ കാര്യം ഒന്നും ആയിട്ടില്ല. തനിക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ, അത് ഫസ്റ്റ് താൻ കുറക്ക്. അപ്പം അഹങ്കാരം കുറച്ച മേഡം ഓക്കെയാണ്, അങ്ങനെയല്ലേ മേഡം ഇപ്പോൾ പറഞ്ഞേ? താൻ ശരിക്കും മുമ്പേ പോണേ ആളുകളെ എങ്ങനെ കയ്യിലെടുക്കുക പഠിക്കാനാ? എന്താ എന്നെ എങ്ങനെ കയ്യിലിടുക പഠിക്കാനാ? താനൊന്ന് മാറി, എനിക്ക് കോളേജുണ്ട്. അതെനിക്കറിയാലോ, കോളേജൊന്നും അവിടെ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തന്നാ ഞാൻ മാറിക്കോളാം. താനിങ്ങോട്ട് മാറി, എനിക്ക് കോളേജിൽ പോകണം. മാറി നിൽക്കാം അങ്ങോട്ട്. നിന്നെ ഞാനേ ഈവനിങ് എടുത്തോളാം കേട്ടോ. വാടോ താനെ എടുക്കാൻ അങ്ങോട്ടോ, ഒന്ന് പോടോ. അപ്പോൾ എല്ലാവരും റെഡി ആയില്ലേ? പോവല്ലേ ഇനി? ആടാ പോകാം. ആ പിന്നെ അനു പറഞ്ഞത് ഓർമ്മ വേണം, അവിടെ ഒന്ന് ഓവറാക്കിയ ഞാൻ കൊടുക്കത്തില്ല ബില്ല്. ഞാൻ ഓവറാക്കില്ല പറഞ്ഞില്ലേ, നടക്ക അങ്ങോട്ട്. രണ്ടും കൂടെ ഇവിടെ കിടന്ന് അടി കൂടാതെ നടക്ക്, ടൈമാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ ഡ്രസ്സ് നോക്കി വെച്ചിരുന്നു, അതൊക്കെ ഇവിടെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. നോക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഓർമ്മ വേണം. ഓ എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ടായാൽ മതി മോൾക്ക്, മറവി രോഗം നിനക്ക് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഞാനൊന്നും കൂടി ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഓ ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കണ്ണാ ഇങ്ങോട്ട് നോക്കിക്കേ, എന്താ വരുന്നേ? കണ്ടിട്ടൊരു കാടിളകി വരുന്ന പോലെയല്ലേ? ഇത് ഏതാണ് ഈ കൊച്ച്? ഇല്ല ലോട്ടറി അടിച്ച് കാണും. പക്ഷെ നമ്മളെ കൂടെ വന്നൊരു സാധനം ഉള്ളിലോട്ട് കയറി പോയായിരുന്നു, നടത്തും ഭാഗം കണ്ടിട്ട് അവളെ പോലെ ഉണ്ട്. ആ അങ്ങനെ ഒരു സാധനം ഉള്ളിലോട്ട് പോയായിരുന്നില്ലേ? പക്ഷെ അത് അവളാണ്. മമ്മി വിളിച്ച് പറയട്ടെ, ആധാരം വേണേ വെക്കാൻ. ഏട്ടാ ഇവിടെ എന്താ ഇത് ഹോൾസെയിൽ വിൽക്കാൻ പോവാണോ? എന്താ ഇത്? അതല്ലടാ, ഞാൻ ഈ കുരുട്ടിനെ കൊണ്ട് പുറത്ത് വരാത്ത, നിനക്കല്ല അവളെ ഒറ്റയ്ക്ക് ഇരിക്കല്ല മുട്ടല്, നീ കൊടുക്കുന്നില്ലേ? ഞാൻ കൊടുക്കൂല. അതിന് നീ ഏതാ? അല്ല ചേട്ടാ, ഇവിടെ മന്തിക്കട ഉണ്ടോ? ഏതാണ്ട് ചേർക്കുന്ന ഡ്രസ് മാളിൽ വന്നിട്ട് മന്തിക്കട ഉണ്ടോന്നോ? എന്താണിത്? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എടുത്തു പോന്നേ? അത് നീ അല്ല പറയാറ് ഇഷ്ടപ്പെട്ട അപ്പം തന്നെ എടുക്കണമെന്ന്. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു, അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത്. ചേട്ടൻ പറഞ്ഞ അതേപോലെ അനുസരിക്കുന്ന ഒരു പൊന്നുമോള്. നടക്കാൻ കൊട്ടെ, ഇനി നിനക്കൊരു 10 വർഷത്തേക്ക് ഡ്രസ്സില്ല. നീ പോടാ, ഞാൻ നെക്സ്റ്റ് വീക്ക് മമ്മിയുടെയും കൂടി വരും. അപ്പോഴും എനിക്ക് ഞാൻ കുറച്ചും കൂടി അവളുടെ ഡ്രസ്സ് കണ്ടു വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുക്കും. എന്നാ അതും കൂടെ എടുക്കാറുന്നില്ലേ? നമുക്ക് വീടിന് മുമ്പിൽ ഒരു കട ഇടാറുന്നു, അത്രക്ക് ഉണ്ടല്ലോ അത്. ഓ അങ്ങനെ ഞാൻ മേടിച്ച ഡ്രസ്സ് കൊണ്ട് ഇവിടെ ആരും കട ഇടണ്ട. എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത്? വാ ഇങ്ങോട്ട്, എല്ലാവരും ടീഷർട്ട് എടുത്ത് പോവല്ലേ, ഈ മാള് മേടിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? എന്നാ വാ പോകാം. എൻ്റെ പൊന്നു മമ്മീന് നിങ്ങളുടെ മോളുകൊണ്ട് ഞാൻ ഒരിക്കലും ഷോപ്പിങ്ങിന് പോകും. ബില്ലടിക്കണ ചേട്ടനെ കണ്ണുവരെ തള്ളി പോയിട്ടുണ്ട് ഇവിടെ സാധനം കണ്ടിട്ട്. അല്ലേലും നിനക്കറിയാവുന്നല്ലേ, പിന്നെ നീ എന്നാത്തിനെ അവളെ കൊണ്ടുപോയേ? നീ പോടെ ചേട്ടാ, എനിക്കിനി വേണം. ഇതൊക്കെ ഒരു മാസത്തിനുള്ള ഡ്രസ്സേ ഉള്ളൂ. നീ കോളേജിലോട്ട് പോകുന്നത് പഠിക്കാനോ അത് ഫാഷൻ ഷോ നടത്താനോ? ഫാഷൻ ഷോ നടത്താൻ. എന്തേ നീ വരുന്ന? പിന്നെ തൽക്കാലം ഒന്നും പറയണില്ല മമ്മി, ഞാനിപ്പോൾ വരാവേ. നീ ഈ ചെക്കനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് നീ എപ്പോഴും അവനെ ഇവിടെ ഒറ്റക്കാക്കി തെണ്ടി നടക്കുവാണല്ലോ. ഏയ്, ഞാൻ അവനെ ഒറ്റക്കാക്കിയൊന്നുമില്ല, അവനിത് ബോറടിക്കുന്ന ഒരാൾ കൂടെ തെണ്ടി താങ്ങുവാണല്ലേ. ഹാപ്പി അല്ലേ മോനെ? അപ്പം ഞാൻ പോട്ടടാ. അല്ല നീ എങ്ങോട്ടാ പോകുന്നേ? എപ്പോഴാ തിരിച്ചു വരിക? അതൊക്കെ ഉണ്ട് മമ്മി, ഞാൻ ചത്തില്ലേ തിരിച്ചു വരും. തിരിച്ചു വന്ന ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ ഏതാളോ കയ്യിൽ നിന്ന് മേടിക്കാൻ പോവാണ്? അതെ, ഏതാവളോ കയ്യിൽ നിന്ന് മേടിക്കാൻ പോവാ. എന്താ നീ വരണ? നിനക്ക് മേടിച്ചരാ. ഓ ഞാനൊന്നുമില്ല, ഒറ്റങ്ങോട്ട് പോയാൽ മതി മഹാൻ. എന്നാ ചെവിടും മിണ്ടാതിരിട്ടാ, ചേട്ടൻ പോയിട്ട് സർപ്രൈസും കൊണ്ട് വരാം. ഓ കണ്ടാ മതി, വേ പോ. ആരാ ഇത്? കണ്ണനോ? എത്ര നാളായി വന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അത് പിന്നെ ആൻറ്റി, ഞാൻ ഒറ്റക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്, അപ്പോൾ അതാ ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. എന്നിട്ട് ഫ്രണ്ടിനെ കൊടുന്നില്ലേ? അല്ല സുഖമാണോ നിനക്ക്? എത്ര നാളായി കണ്ടിട്ട്? 6 വർഷമായില്ലേ നിനക്ക് കണ്ടിട്ട്? സുഖമാണ് ആൻറ്റിക്കോ. ഞാൻ എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ കരുതി.
ഇത് ഇടയ്ക്ക് വന്ന് പോവാ ഇടയ്ക്ക് വന്ന് പോവാം. അപ്പോൾ ചിലപ്പോൾ ക്ലാസ്സൊക്കെ മിസ്സാവില്ലേ? ഞാൻ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ കരുതി. ഓ അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഇനി പോകുന്നില്ല തിരിച്ച്? ആ പോകുന്നുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകും. ഇത് ചെറിയൊരു ലീവ് കിട്ടിയപ്പോൾ വന്നാൽ ഇനി 2 മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പോകും. നിങ്ങളൊക്കെ എത്ര പെട്ടെന്ന് വലുതായേ. അല്ല മോൻ്റെ കല്യാണം നോക്കുന്നില്ലേ? ആ കല്യാണം നോക്കണം. അല്ല കിച്ചു എന്ത് ചെയ്യേ? ആ അവള് കോളേജിൽ പോയി എപ്പോൾ വരും? ആ അതെ വന്നല്ലോ, ചോദിച്ചില്ല അപ്പോഴൊക്കെ വന്നല്ലോ ആള്. ഈ അതിന് നിങ്ങൾ സംസാരിക്കേ, ഞാനേ പോയി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. അമ്മ വന്നിട്ട് ഞാനൊന്നും തന്നില്ലല്ലോ. ആ ശരി ആൻറ്റി, വാ സംസാരിക്കാം. ഇങ്ങനെ നോക്കല്ല, ഉണ്ടകണ് ചാടുമല്ലോ. എന്റെ കണ്ണല്ലേ ചാടിക്കോട്ടെ, അതിന് തനിക്കെന്താ? ഓ അപ്പൊ നാട്ടുകാർ പറയില്ലേ ഭർത്താവിനെ നോക്കിയില്ല ഭാര്യയുടെ കണ്ണ് ചാടിപ്പോയ. അത് ഞാനങ്ങ് സഹിച്ചു. പക്ഷേ ഞാൻ സഹിക്കില്ലല്ലോ, എന്നെയാണ് പറയാ. എന്നെ നോക്കിയിട്ടല്ലേ നിന്റെ കണ്ണ് പോയേ. താനേ മമ്മി ഇപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ട് അത് കുടിച്ചിട്ട് പോവാം കേട്ടോ. ഞാൻ നിന്റെ കയ്യിൽ നിന്നൊരു ചായയാണ് പ്രതീക്ഷിച്ചേ. സാരില്ല, ആൻറ്റി ഇട്ടാന്നും മതി, പക്ഷെ നീ കൊടുന്നു തരണം. അതല്ലേ അതിൻ്റെ ഒരു നാട്ടു നടപ്പ്. എന്ത് വീട്ടിൽ വരുന്ന ഗസ്റ്റിന് വീട്ടിലെ മോള് ചായ ഇട്ട് കൊടുക്കണമെന്ന് താനൊന്ന് പോയേ. പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണിന്റെ മമ്മിയാ ചായ കൊടുന്നേരാ, പെണ്ണല്ലേ ചായ കൊടുന്നേരോ? ആഹാ ചേട്ടൻ പെണ്ണാണോ വന്നതാ? എന്നൊരു പേപ്പറിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വരണ്ടേ? ഇതിപ്പോ എങ്ങനെ മനസ്സിലാവാനാ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ഇനി ചേട്ടന്റെ മോളിൽ ചെന്ന് ചായ കൊണ്ട് വാ. കോലഞ്ഞൂടെ രണ്ടും കൽപ്പിച്ചോ? ചായ മാത്രം മതിയോ? കടിക്കാൻ എന്തെങ്കിലും വേണോ? തൽക്കാലം കടിക്കാനൊന്നും വേണ്ട. ആണോ? എന്നാ ഇപ്പൊ കൊടുന്നു തരാവേ, ഇവിടെ ഇരിക്കേ പോവല്ലേ. ഓ ആയിക്കോട്ടെ, വേഗം കൊണ്ടുവാ. കുരുട്ടീനി എന്ത് പണിയാവണം ഒപ്പിക്കാൻ പോകുന്നേ. അവിടെ ഇരിക്ക്, ചായ കാത്തിട്ട് കൊടുന്ന് തരുന്നുണ്ട് ഞാൻ. എന്നാ മോനെ ചായ. ആ പിന്നെ അമ്മയ്ക്കും അനുവിനൊക്കെ സുഖമല്ലേ? കുറേ ആയി അവരൊക്കെ ഈ വഴി കണ്ടിട്ടേ. അത് ശരി, ഇതിനാണ് അവൾ ചാടി തുള്ളി പോയെ. ആൻറ്റി മമ്മിക്കും അനുവിനൊക്കെ സുഖമാ? ഓ അല്ല, ഇനി പോയി വന്ന മോന് ജോലിയൊക്കെ കിട്ടുമോ? ആൻറ്റി ജോലിയൊക്കെ കിട്ടും. അല്ല കിച്ചുവിനെ കെട്ടിക്കുന്നില്ലേ? കാര്യമല്ലേ പറഞ്ഞേ, ഇങ്ങേർക്കെന്താ എന്നെ കെട്ടി കഴിഞ്ഞിട്ട് ഇത്ര മുട്ടൽ? ആ മോനെ, നല്ലൊരു ആലോചന വന്ന് കെട്ടിക്കണം. അവളെ പഠിപ്പൊക്കെ ഇപ്പോൾ കഴിയാനായില്ലേ? എന്നാ ആൻറ്റി നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആൻറ്റിക്ക് സമ്മതമാണ്, അവരങ്ങ് കെട്ടിച്ചേക്ക്. അതാരാ മോനെ? എങ്ങോട്ട് വന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആൻറ്റി. എവിടെ? നീ വന്നപ്പോൾ നിന്റെ കൂടെ വന്നതാണോ? എന്നിട്ട് അവർ പുറത്ത് നിൽക്കുക? അല്ല, ഞാനാണ് പറഞ്ഞ പയ്യൻ. നീ എന്താ പറയുന്നേ? തെളിച്ച് പറയാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുണ്ടല്ലോ, എനിക്ക് കിച്ചുവിനെ ഇഷ്ടാ, ഞാൻ അവളെ കെട്ടിക്കോട്ടെ. ആഹാ, ഇതെന്നു മുതൽ തുടങ്ങിയതാ? നിന്റെ മമ്മിക്ക് അറിയാവോ? ഇല്ല, അങ്ങനെ ആൻറ്റി കരുതുന്ന പോലെ ഒന്നുമില്ല. മമ്മിക്ക് അറിയത്തില്ല. ആൻറ്റിക്ക് സമ്മതമാണ്, ഞാൻ ചെന്ന് മമ്മിയോട് പറയും. മമ്മിക്ക് എന്തായാലും കിച്ചുവിനെ നല്ല ഇഷ്ടം. എന്നിട്ട് അവളെന്തേ? ഡി കിച്ചു എങ്ങോട്ട് വാ. ഇതെല്ലാം കൊളവാക്കുവോ? അത് ശരി, എല്ലാവരും ഒളിഞ്ഞെന്ന് കേൾക്കുവാണല്ലേ. ഇവിടെ ആടി. എന്തിനാ മമ്മി വിളിച്ചേ? എനിക്കവിടെ പണിയുണ്ടായിരുന്നു. പറയുന്ന കേട്ടതൊന്നും നീയാണ് അടുക്കള വരിക്കുന്നതെന്ന്. ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ? എൻ്റെ പൊന്നു മമ്മി, എനിക്കറിയാൻ പാടില്ല. ഒരു ഗ്ലാസ് ചായ തായോ എന്ന് പറഞ്ഞതിന് അടുക്കളയിലോട്ട് പറഞ്ഞിട്ടതാ. അപ്പം നിനക്ക് ഇവൻ ഇഷ്ടല്ലേ? ഇഷ്ടമാ. എന്താ നിനക്ക് ഇഷ്ടമാണ് പറയാ ഇത്ര ആലോചിക്കാൻ? ഇഷ്ടമല്ലേ നിനക്ക്? എനിക്ക് ഇഷ്ടമാണ്, അതല്ലേ ഞാൻ പറഞ്ഞേ. എന്തായാലും രണ്ടിൻ്റെ കളി കൊള്ളാം. ഞാനെന്തായാലും ജാതകം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് കല്യാണം നടത്തും. ഈ ജാതകത്തിലൊക്കെ എന്തിരിക്കണം മമ്മി? 2 പേർക്കും ഇഷ്ടമാണ്, ഇവനെ നടത്തിക്കൂടെ? മിണ്ടരുത് നീ. ജാതകം ശരിയായില്ലേ ഒന്നും നടക്കൂല. ഓ ജാതകം ഒന്ന് വേഗം നോക്കിയേക്ക്. ഞാൻ പോയി വന്ന എന്തായാലും കല്യാണം വേണമെന്നാണ് എൻ്റെ ഒരു. അപ്പോഴേക്കും നോക്കിയിട്ടെല്ലാം പറയാം. നീ നിന്റെ മമ്മിയോട് ഫസ്റ്റ് ചെന്ന് പറ. എന്നാൽ നിങ്ങൾ സംസാരിക്കേ, ഞാൻ കിച്ചണിലോട്ട് പോട്ടെ. ആൻറ്റി കരുതുന്ന പോലെ ഞങ്ങൾ അങ്ങനെ പ്രേമിച്ച് നടന്നിട്ടൊന്നും ഇല്ല കേട്ടോ. എങ്ങനെ നടന്നാലും ജാതകം ഒരു തേങ്ങ. മോള് വാ, വന്നിരിക്ക്. ഇനി ചേട്ടൻ സംസാരിക്കട്ടെ. ഞാൻ ഇരിക്കാം, പക്ഷേ അതിന് മുന്നേ ഒരു കടം വീട്ടാനുണ്ട്. ആ കടം വീട്ടിൽ നമുക്ക് സംസാരിക്കാം. അതെന്ത് കടം? എനിക്ക് ഓർമ്മയില്ലല്ലോ. എനിക്ക് ഓർമ്മ കാണില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സോ വീട്ടട്ടെ ഞാൻ. വീട്ടാനെന്തിനാ ഈ അടുത്തോട്ട് വരുന്നേ? വീട്ടിൽ ഇതെന്തിനാണ് തനിക്ക് ഓർമ്മയില്ലേ? തനിക്ക് ഓർമ്മ കാണില്ല. സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടല്ലേ. താൻ അന്ന് എന്താണോ എന്നെ ചെയ്യാൻ നോക്കിയേ? അങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുക? അതിനാർന്നോ? അതിനാണ് ഈ അടി ഞാൻ സ്വീകരിച്ചു. അപ്പൊ തന്നെ എനിക്ക് അവിടെ ചവിട്ടാ അറിയാഞ്ഞിട്ടല്ല, പിന്നെ പാവല്ലേ കരുതിയിട്ടാ. നീ നല്ല പണിയെടുക്കാറുണ്ടല്ലേ?
ഈ അടിയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, നല്ല വേദന ഉണ്ട്. സാരില്ല, നീ അങ്ങ് സഹിക്ക്. കുറച്ചൊക്കെ വേദനിച്ചാലേ നീയൊക്കെ ശരിയാവും. എന്തായാലും അന്നത്തോടെ നിനക്ക് എന്നോടുള്ള ഇഷ്ടം മനസ്സിലായി. അപ്പം അപ്പോഴാണോ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം മനസ്സിലായത്? അതിന് മുന്നേ ഒന്നും മനസ്സിലായില്ല. ഏത് നേരം മുഖം വെറുതെ നടക്കുന്ന തൻ്റെ ഇഷ്ടം എങ്ങനെ എനിക്ക് മനസ്സിലാവുക? സാരില്ലേ, പോട്ടെ. ഇപ്പം എന്തായാലും മനസ്സിലായല്ലോ, അത് മതി. എന്നാ മോൻ ചെന്ന് ജാതകം കൊടുത്തുവിട്. തള്ളയുടെ മോളെന്നെ ഒരു ഹഗ് തന്നാ പോകാറുന്നു. ഫസ്റ്റ് മോൻ ചെന്ന് ജാതകം കൊടുത്തുവിട്, എന്നിട്ട് തരാം ഹഗ്. എന്തുവാടി സ്നേഹം കൊണ്ട് ചോദിക്കുന്നതല്ലേ? ഇങ്ങോട്ട് വാ, ഇനി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു പോവാതിരിക്കണ്ട. മമ്മിക്ക് സമ്മതാണേല് ആ ജാതകം ആൻറ്റിക്കൊന്ന് കൊടുക്കാഞ്ഞു. എനിക്കെന്താ സമ്മതമില്ലായി? നമ്മുടെ കിച്ചുവല്ലേ. പിന്നെ അവൾ വേറെ ഏതെങ്കിലും വീട്ടിലോട്ട് പോവാന്ന് പറയണേ എനിക്കിഷ്ടമല്ല. ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് വരാതിരിക്കുമ്പോൾ ഇതിപ്പോൾ എന്തായാലും നീ തന്നെയല്ലേ. അതാണ് എൻ്റെ മമ്മി. എന്നാൽ പിന്നെ ആ ജാതകം എടുത്ത് കൊടുത്തോ, അവളമ്മ ചോദിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ചേട്ടാ, ഇത് വേപ്പോ? അതിന് നീ കേൾക്കുന്ന പോലെ ഞങ്ങൾ പ്രേമിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. രണ്ടുപേർക്കും ഇഷ്ടമാണ്, ഞാനതുമായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി അങ്ങനെ പലതും പറയാലോ. അവളൊന്ന് കാണണേ. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ അവളോടൊന്നും പറയാൻ പോണ്ട. അവൾ പോലും ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ നോക്കട്ടെ, ഇനി എന്തെല്ലാം കേൾക്കണം. എന്നാലും എൻ്റെ അളിയാ, ഇതൊരു സർപ്രൈസ് ആയിപ്പോയി. അയ്യേ, ഇതായിരുന്നോ സർപ്രൈസ്? ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും കരുതി. അതെന്താടി, ഇത് നിനക്ക് സർപ്രൈസ് ആയില്ലേ? എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളെ കണ്ണും നോക്കൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങളെ കളി. പിന്നെ നിങ്ങൾ എന്നോട് ഇപ്പോൾ പറയാൻ നോക്കുന്നില്ല. നീ പറയില്ല എന്ന് എനിക്കറിയാം. അവൾ പറയാൻ നോക്കിയതാ, പക്ഷെ അവളും പറഞ്ഞില്ല. സാരല്ല, എൻ്റെ മോള് കരയണ്ട കേട്ടോ. ഇനി കല്യാണത്തിന് വിളിക്കാവേ. നീ ഇവിടെ പട്ടി. ഐസ്, എൻ്റെ മോൾക്ക് സങ്കടമുണ്ടോ ചേട്ടൻ പറയാഞ്ഞിട്ട്? ഇല്ല, മിണ്ടൂല, പോ. സാരില്ല, പോട്ടെ. ഇത് അഥവാ നടന്നില്ലെങ്കിലോ വെച്ചിട്ട് ഞാൻ ആരോടും പറയാഞ്ഞ. ആയിക്കോട്ടെ, തൽക്കാലത്തേക്ക് സമ്മതിച്ചു. അതിന് പകരം എനിക്ക് കല്യാണത്തിന് 3 ഡ്രസ്സ് വേണം. 3 3. നീ കിച്ചന് നമ്പർ ഒന്ന് തന്നേ. അത് ശരി, അപ്പോൾ കാമുകൻ്റെ അടുത്ത് കാമുകയുടെ നമ്പറൊന്നുമില്ലേ? അതല്ല, നമ്പർ ചോദിക്കാനുള്ള സന്ദർഭം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നീ താ, ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടേക്കാം. നല്ല കൊച്ച്. ഞാനിന്ന് പുറത്ത് പോയി വരുമ്പോൾ ഐസ്ക്രീം മേടിച്ചോണ്ടാവേ. ഐസ്ക്രീം വേണ്ട, മന്തി ആണി അൽഫാമ മതി. ഓക്കെ, ഏത് നേരത്താണോ പറയാൻ തോന്നിയേ. മമ്മി എല്ലാം പാക്ക് ചെയ്തില്ലേ? മോനെ ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ട്, 2 കഴിക്കണം. ട്രെയിനിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കണ്ട. ശരി ആൻറ്റി, എല്ലാം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവോ? ആൻറ്റി എവിടെ? ഇങ്ങ് വാ. അല്ല, എവിടെ നിന്റെ മറ്റവൾ? കണ്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലേ പോകുന്നേ? പറഞ്ഞായിരുന്നു, വരുണ്ടാവും. കോളേജിൽ പോയെന്തോ. എന്താ വരുന്ന? കോളേജിലൊന്നും പോയിട്ടില്ല. കറക്റ്റ് ടൈമാണല്ലോ.